എന്താണ് ഈ നന്ദകുമാറിന് ഒരു പെണ്ണന്വേഷണത്തിനല്ലല്ലോ ഞാൻ പോയത്. ഈ നന്ദകുമാർ എന്ന് പറയുന്നവൻ ഷാഡി ക്യാരക്ടർ ആണെങ്കിൽ എന്റെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വസ്തു പണം തന്ന് രജിസ്റ്റർ ചെയ്ത് വാങ്ങണം. അത് അനധികൃതമായിട്ട് വാങ്ങിയില്ല, ബാങ്കിലേക്കാണ് അയച്ചിട്ടുള്ളത്. അവന് സൗകര്യമുണ്ടെങ്കിൽ വാങ്ങാം, വാങ്ങിയില്ലെങ്കിൽ അവൻ കേസ് കൊടുക്കട്ടെ. അതെ, ശോഭന. അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടാമതൊരു വിഷയമുണ്ട്. അതായത് ചേച്ചിയെ ഈ ദല്ലാൽ നന്ദകുമാർ ഇടനിലക്കാരനായിട്ട് ഉപയോഗിക്കായിരുന്നു. CPM-ന്റെ ഒരു നേതാവിനെ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് ഇടനിലക്കാരനായിട്ട് ദല്ലാൽ നന്ദകുമാർ ഉപയോഗിക്കായിരുന്നു. അല്ല, ദല്ലാൽ നന്ദകുമാറിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു വലിയ ലീഡറെ ഡൽഹിയിൽ കൊണ്ടുപോയി പരിചയപ്പെടുത്തുമ്പോൾ ആ വലിയ ലീഡർക്ക് വലിയൊരു പോസ്റ്റ് വാങ്ങി കൊടുക്കുമ്പോൾ ദല്ലാൾ വിചാരിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ലീഡർഷിപ്പിന്റെ ഭാഗത്ത് നിന്ന് പണം സമ്പാദിക്കാൻ സാധിക്കുമോ. അതല്ല, അല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളത് പിന്നീടാണല്ലോ ദല്ലാളിന്റെ ബോധ്യപ്പെടുന്നത്. അത് അവനോട് ചോദിച്ചാൽ മതി, ദല്ലാളിനോട് ചോദിച്ചാൽ മതി. അല്ല, അത് ദല്ലാളിനോട് ചോദിച്ചാൽ മതി, അയാളല്ലേ പറയേണ്ടത്. ദല്ലാൽ നന്ദകുമാർ 3 ദിവസത്തിനകം അല്ലെങ്കിൽ ദല്ലാൽ CPM നേതാവ് ആരാണെന്ന് ദല്ലാൽ നന്ദകുമാർ വേണം, അല്ലെങ്കിൽ ചേച്ചി 3 ദിവസത്തിനകം പറയും. അല്ല, ദല്ലാൽ നന്ദകുമാർ പറയട്ടെ, അയാളാണല്ലോ പറഞ്ഞത്. ശോഭാ സുരേന്ദ്രൻ എന്തിനാണ് ദല്ലാൽ കാണാൻ വന്നത്, എന്തിനാണ് എന്നെ പരിചയം സ്ഥാപിച്ചത്? അല്ല, അത് ഉത്തരം അയാളാണ് പറയേണ്ടത്. ശോഭാ സുരേന്ദ്രൻ ദല്ലാൽ നന്ദകുമാറിനെ കാണാനല്ല പോയത്. നോക്കൂ, പൊതുപ്രവർത്തനല്ല, ദല്ലാൽ നന്ദകുമാർ ഒരു ഡീലർ മാത്രമാണ്. ശോഭാ സുരേന്ദ്രൻ അതല്ല, ഒരു പൊതുപ്രവർത്തകി. ഈ പൊതുമണ്ഡലത്തിൽ 19 കൊല്ലമായി പ്രവർത്തിക്കുന്ന ആളാണ്. ആ പ്രവർത്തിക്കുന്ന ആൾക്ക് എനിക്ക് നല്ല അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അക്കൗണ്ടബിലിറ്റി അല്ലല്ല, എനിക്ക് അക്കൗണ്ടബിലിറ്റി ഉള്ളത് കൊണ്ടാണ് ഒരു സ്ത്രീയെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ ചിന്തിച്ച പോലെ ഒരു ശോഭാ സുരേന്ദ്രൻ ഒരു 22 ലക്ഷത്തിന്റെ ഭൂമി വിറ്റിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? അല്ല, ഞാൻ ദല്ലാൽ നന്ദകുമാറിനെ തേടി പോയതല്ല. എന്റെ ചേച്ചിയുടെ മകന്റെ വീടിന്റെ മുന്നിൽ കിടക്കുന്ന ഭൂമി വാങ്ങാൻ ദല്ലാൽ നന്ദകുമാറാണ് ആവശ്യം പ്രകടിപ്പിച്ചത്. ഒരാഴ്ചക്കകം ഞാൻ ഈ ഭൂമി വാങ്ങാം. കാരണം അതെ, എന്തുകൊണ്ടാണ് പറയുന്നത് അവിടെ തന്നെ പലചരക്ക് കട നടത്തുന്ന ലത്തീഫ് ക എന്ന് പറയുന്ന ഓട്ടുപാറയിലെ ഒരാൾ ഈ ഭൂമി നോക്കാൻ വേണ്ടി വന്നിരിക്കുന്ന അതേ സമയത്താണ് ഈ നന്ദകുമാർ അവിടെ ഇരിക്കുന്നത്. അപ്പൊ ഞാനും അദ്ദേഹവുമായിട്ട്, അപ്പോ ലത്തീഫ് ക എന്നോട് പറയുകയാണ് ഞാനത് 1.25 വാങ്ങാം. അപ്പൊ ഞാൻ പറയണേ ഇക്ക അത് പറ്റില്ല, കാരണം ഞാൻ 1.90 വാങ്ങിയ ഭൂമിയാണ്. അപ്പൊ എന്റെ വാങ്ങിയതിന് ശേഷം അതിന് ചുറ്റും 1.80 1 രൂപ 1.80 വെച്ച് ഞാൻ കല്ല് കെട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇക്കയോട് പറയുകയാണ്, ഇത് പറഞ്ഞ് കേട്ടപ്പോഴാണ് ദല്ലാൾ പറയുന്നത് എന്റെ കാറിലിരിക്കുന്നുണ്ടല്ലോ പൈസ, ഞാൻ തരാമല്ലോ പൈസ ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. അപ്പൊ എന്താ സാധാരണഗതിയിൽ ചെയ്യേണ്ടത്? പൈസ വാങ്ങേണ്ടതല്ലേ? ഞാൻ പറഞ്ഞ എന്താണ്, നിങ്ങൾ ഈ ഭൂമി വാങ്ങുക, നിങ്ങൾ എന്റെ അക്കൗണ്ടിലേക്ക് പൈസ അയക്കുക. എന്ത് തെറ്റാണിത്? ഇതാണോ അയാൾ ഇപ്പൊ ഈ ഇലക്ഷന്റെ തലേ ദിവസം വന്ന് ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്നാകുമ്പോ BJPയിലേക്ക് വാല്യൂ ഉള്ള ഒരാളെ കൊണ്ടുവരാൻ ഒരാൾ പറഞ്ഞാൽ അത് അയാൾ എത്ര ഫ്രോഡായാലും അയാളുടെ കൈ പിടിക്കുക എന്നുള്ളത് എന്ത് ധാർമ്മികതയാണുള്ളത്? BJPയിലേക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, ആളെ കൊണ്ടുവരുന്നു, അപ്പൊ അതുകൊണ്ട് ഞാൻ അയാളുടെ കൈ പിടിച്ചു. അയാളുടെ കൈ പിടിക്കുകയും കാല് പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കളെ ആദ്യം അന്വേഷിക്കേണ്ടത് രാമനിലയത്തിൽ ശോഭാ സുരേന്ദ്രന്റെ പേരിൽ മുറി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? ആ മുറിയിലേക്ക് അറിയപ്പെടുന്ന ഒരു മാർക്സിസ്റ്റ് പാർട്ടി ലീഡർ വന്നോ? അവിടെ ഇരുന്നു കൊണ്ട് ഞാനുമായിട്ട് സംസാരിച്ചോ? അന്നത്തെ ദിവസം അവിടെ ഏതെല്ലാം മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുണ്ടായിരുന്നു? മന്ത്രി രാധാകൃഷ്ണൻ ഉൾപ്പെടെ മറ്റാരാണ് അവിടെ ഉണ്ടായിരുന്നത്? അന്വേഷിക്കേണ്ടത്. ആണ് ആണ്. ഏത് മൈക്ക്? അതെനിക്കറിയില്ല. മൈക്ക് കേടായോ എന്ന് എനിക്കറിയില്ല. മൈക്ക് കേടായ കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷേ കേരളം ഞെട്ടുന്ന രീതിയിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ സ്വാധീനമുള്ള ഒരാൾ BJPയിൽ ചേരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഡൽഹി വരെ വന്നു. ആദ്യഘട്ട ചർച്ച കഴിഞ്ഞു. രണ്ടാം ഘട്ട ചർച്ച സമയത്ത് കേരളത്തിൽ നിന്ന് പിണറായി വിജയന്റെ ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെ കണ്ണൂരിൽ ഇല്ലാതാവും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അദ്ദേഹത്തിന്റെ പിന്മാറ്റം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഈ ഒരു സാധാരണ ഒരു ഭൂമി ഇടപാടിൽ സാധാരണ ഒരു സെന്റ് സ്ഥലം വാങ്ങിയാണെ പോലും ഒരാൾ പോയി കണ്ട് അതൊക്കെയാണ് സാധാരണ കാണുന്നത്. ഇപ്പോൾ ഒരാളോട് പറയാറുണ്ടാക്കാൻ എഗ്രിമെന്റ് വേണം, അങ്ങനെയെല്ലാം ചെയ്യാറുണ്ട്. ഇപ്പം ചേച്ചി നന്ദകുമാർ പറയുന്നത് എന്റെ സ്ഥലം വാങ്ങണം എന്ന് പറയുമ്പോൾ പുള്ളി പൈസ എടുത്ത് തരികയല്ല, പൈസ ബാങ്ക് അക്കൗണ്ടിലേക്ക് തരുന്നു. ഏത്? വാങ്ങില്ല. ഒരു പ്രശ്നമില്ല. ഇവിടെ
വലിയ വലിയ ഭൂമി കച്ചവടങ്ങൾ നടക്കുന്ന നാടാണ്. 10 ഏക്കറയും 20 ഏക്കറയും ഒക്കെ ഉള്ള ആളുകൾ പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന നാടാണ്. എൻ്റെ ഒരു തുണ്ട് ഭൂമി ഞാൻ പൊതുപ്രവർത്തി ആയതുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകർ എന്ത് കോലാഹലം ഉണ്ടാക്കിയാലും ഈ നാണം കെട്ടവന് 1 രൂപ പോലും ഞാൻ തിരിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞാണ് എന്റെ തന്റെ ഇടം. അവൻ ആ സ്ഥലം വാങ്ങിയിരിക്കണം. 3 പതിറ്റാണ്ടായി പൊതുപ്രവർത്തനം നടക്കുന്ന ആൾക്ക് ഒരു തുണ്ട് ഭൂമി വിൽക്കാൻ അവകാശമില്ലേ? അങ്ങനെയൊന്നുമില്ല. ഭൂമി നോക്കൂ, ഭൂമി വേറെ ആർക്കെങ്കിലും വിൽക്കാനല്ല. ഈ ഭൂമി ഇയാൾ വാങ്ങാമെന്ന് പറഞ്ഞത് തന്നെ അവിടെ ഒരു ടെമ്പിൾ കെട്ടിയിട്ട് അയാൾ ജനങ്ങൾക്ക് പൊതുപ്രവർത്തനം ചെയ്യുകയാണ്. എൻ്റെ 4 കുട്ടികൾ വടക്കാഞ്ചേരിയിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവരാണ്. ആ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് 4 പേർക്കും കൂടിയിട്ട് അയാൾ വീണ്ടും പറഞ്ഞ കഥ അതെയാണ്. 4 പേർക്കും വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയുള്ള കുട്ടികളെല്ലാം ദത്തെടുക്കുകയും അവർക്ക് വേണ്ടിയിട്ട് ചെറിയ 3 സെന്റ് സ്ഥലത്ത് വീട് വെക്കുകയും ഒക്കെ ചെയ്യുന്ന ആഗ്രഹക്കാരനാണ്. അപ്പോൾ എനിക്ക് വടക്കാഞ്ചേരിയിൽ ഓട്ടുപാറയിൽ തന്നെ അയാൾക്ക് സ്ഥലം വേണം എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. അപ്പോൾ എന്താ വാങ്ങാത്തത്? വാങ്ങണ്ടേ? മനസ്സിലായാലും എനിക്ക് എന്താണ് നോക്കൂ. പിന്നെ കഴിഞ്ഞ ദിവസം എന്തിനാണ് ബ്രിട്ടാസ് കരിമണൽ കർത്തയ്ക്ക് വേണ്ടി എന്തിനാണ് ശോഭാ സുരേന്ദ്രനെ കാണാൻ ആഗ്രഹിക്കുന്നത്? അപ്പൊ ഈ 10 ലക്ഷം അല്ല, ഈ നാണംകെട്ട നന്ദകുമാർ എന്റെ ഭൂമിക്ക് വേണ്ടി തന്ന 10 ലക്ഷത്തെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ ഈ നിമിഷം ഞാൻ വിചാരിച്ചാൽ കരിമണൽ കർത്തയുടെ 25 കോടി നിങ്ങൾ വേണമെങ്കിൽ പരീക്ഷിക്കാൻ തീരുമാനിക്കാമായിരുന്നു. അല്ല, വേണ്ടല്ലോ. അപ്പൊ ശോഭാ സുരേന്ദ്രന് 25 കോടിയും 50 കോടിയും ഒക്കെ തന്ന് വിലക്കെടുക്കാനുള്ള ഒരുപാട് ആളുകൾ ഈ കേരളത്തിന്റെ മുന്നിൽ നടക്കുന്നുണ്ട്. എനിക്ക് വളരെയധികം സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് കൊണ്ടാണ് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും എത്ര കരഞ്ഞാലും ഏതെങ്കിലും ഒരു വ്യക്തി വെറുതെ സഹായിക്കാൻ വന്നാൽ ശോഭാ സുരേന്ദ്രൻ കൈനീട്ട് വാങ്ങുന്ന പ്രശ്നമില്ല. അയാൾക്ക് വൈരാഗ്യം വരാൻ കാരണം നല്ല രീതിയിൽ അഖിലേന്ത്യാ തലത്തിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള നന്ദകുമാറിന്റെ യാത്രകൾ മുഴുവൻ നിരീക്ഷിക്കുകയും ദല്ലാൽ നന്ദകുമാർ ദുബായിൽ പോയി 1.5 വർഷത്തോളം താമസിച്ചതിനെ കുറിച്ച് അന്വേഷണം നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അനിൽ ആന്റണിക്കെതിരെയും വലിയ ആരോപണം ദല്ലാൽ ഉന്നയിച്ചിട്ടുണ്ട്. അല്ല, വെറുതെ ബ്രിട്ടാസിനോന്ന് ചോദിക്കുക. ബ്രിട്ടാസ് മലപ്പുറം ജില്ലയിലെ ശോഭാ സുരേന്ദ്രന്റെ ബന്ധുവിനെ എന്തിനാണ് ഫോണിൽ വിളിച്ചത്? ഇപ്പോ ഈ ഇലക്ഷന്റെ ഒരു 2 ആഴ്ചക്കിടയിൽ എന്തിനാണ് ശോഭാ സുരേന്ദ്രന്റെ ബന്ധുവിനെ മലപ്പുറത്തുള്ള എന്റെ ബന്ധുവിനെ കാണണ്ട എന്ത് അടിയന്തരമാണ് ബ്രിട്ടാസിന്റെ വീട്ടിലുണ്ടായത്? ഒന്ന് ചോദിച്ചാൽ നന്നായിരിക്കും. അല്ല, ആ ബന്ധുവിനോട് പറഞ്ഞിരുന്നു. അല്ല, ആവശ്യം എന്താണ് ഇയാളുടെ ഉദ്ദേശം എന്നൊന്ന് അറിയട്ടെ. മാധ്യമ സുഹൃത്തുക്കൾ അതെല്ലാം അന്വേഷിക്കണ്ടേ? ശോഭാ സുരേന്ദ്രനെ ആർക്കും കാണാൻ കിട്ടില്ലെന്നേ. എന്നെ കാണാൻ കിട്ടും. പൊരി വെയിലത്ത് നിന്ന് വേർത്ത് കുളിച്ച് വരുമ്പോഴാണെങ്കിലും മാധ്യമ സുഹൃത്തുക്കൾ വിളിച്ചാൽ ഞാൻ വരും. സാധാരണ ഒരു വ്യക്തി വിളിച്ചാൽ ഞാൻ വരും. ഇനി ദല്ലാൾ അവൻ തല കുത്തി മറിഞ്ഞാലും ശോഭാ സുരേന്ദ്രന്റെ ഭൂമി അവൻ വാങ്ങിച്ചിരിക്കണം. അവന്റെ അമ്മ തന്ന വാക്കുകൂടിയാണ്. എന്താണ്? ബ്രിട്ടാസ് ഫോണിൽ വിളിച്ചു. മലപ്പുറത്ത് അറിയപ്പെടുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ്. എങ്ങനെയാണ് ഈത്തപ്പഴത്തിനകത്ത് സ്വർണ്ണക്കുരി വെക്കുന്നത് എന്ന് റിസർച്ച് ചെയ്ത നേതാവിന്റെ ഏറ്റവും അടുത്ത മറ്റൊരു നേതാവ്. കൊലപാതകത്തിന് റീത്ത് വെക്കാൻ പോണോ? വേണ്ടല്ലോ. വളരെ ഗുരുതരമായ ഒരു ആക്ഷേപം നന്ദകുമാർ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നു, അതായത് BJPയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷ്, സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ, അതായത് V മുരളീധരൻ, ഇവരെല്ലാം തനിക്ക് എതിരാണ്. അതുകൊണ്ട് ഇവരുടെ കൂട്ടത്തിൽ നിൽക്കാനായിട്ട് ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് എന്നെ സഹായിക്കണമെന്ന് നന്ദകുമാറിനോട് ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടതായിട്ട് അദ്ദേഹം പറഞ്ഞു. നന്ദകുമാറാണല്ലോ ശബ്ദം മൊഡ്യൂൾ ചെയ്യുന്ന ആള്. കേരളത്തില് ഈ കഴിഞ്ഞ 6 മാസം മുമ്പ് ഞങ്ങളുടെ തന്നെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അവരന്വേഷിച്ച അന്വേഷണത്തിൽ മനസ്സിലായത് മമ്മൂട്ടിയുടെ ശബ്ദം മൊഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഈ ദല്ലാൽ. ശോഭാ സുരേന്ദ്രന്റെ ശബ്ദം ആർട്ടിഫിഷ്യലായിട്ട്, വീഡിയോ വരെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നാട്ടിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഇപ്പൊ ജീവിക്കുന്നത്. എന്റെ ശബ്ദം വരെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ള ഒരുത്തനാണ്. ഒരു കാര്യം ഉറപ്പാണ്, എന്താണെങ്കിലും ഇനി നിഴലിൽ ജീവിക്കാൻ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ ശോഭയെ തോൽപ്പിക്കാൻ സാധിക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇത്തരം ആരോപണമൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നവന് നിഴലിൽ ജീവിക്കാൻ മോനെ ദല്ലാളെ നിന്നെ ഇനി അനുവദിക്കില്ല. അനിൽ ആന്റണി ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെയുള്ളവരെ കേരളത്തിൽ വേട്ടയാടാമെന്നുള്ള ധാരണ, അത് കോടിക്കണക്കിന് രൂപ പലരെയും വിറ്റ് തിന്ന് ജീവിച്ച നിനക്കുണ്ടല്ലോ, ആ ധാരണ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ചില ഘട്ടങ്ങളിൽ
ശോഭാ സുരേന്ദ്രന് കാളിയുടെ രൂപവും എടുക്കാൻ സാധിക്കുമെന്ന് ദല്ലാളിനോട് പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. നിന്റെ അമ്മയെ വിളിക്കണം. നിന്റെ അമ്മയെ വിളിച്ച് നിന്റെ അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ നീ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയാൻ ആഗ്രഹിച്ചത് 100 പെൺകുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കുമെന്നാണ്. ആ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, അമ്മയെയും എന്നെയും ഒന്ന് നീ ഒരുമിച്ചിരുത്തണം. ഇങ്ങനെ ഒരു കുരുത്തം കെട്ട മകൻ എങ്ങനെ ഉണ്ടായി എന്ന് ഞങ്ങൾക്കിടയിൽ ആ അമ്മയ്ക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ പണി പരിപാടികൾ അതെല്ലാം വളരെ ക്ലീൻ ആക്കി തരാം. തീർച്ചയായിട്ടും. അതായത് കരിമണൽ കർത്തയ്ക്കെതിരായിട്ടുള്ള എന്റെ പ്രസംഗം അതൊന്ന് കുറയ്ക്കാൻ പറ്റുമോ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ? അതായിരുന്നു എന്റെ മലപ്പുറം ജില്ലയിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ചുമതലയുള്ള എന്റെ ഒരു അകന്ന ബന്ധുവിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കരിമണൽ കർത്തയ്ക്കെതിരായിട്ടുള്ള പ്രസംഗം അവസാനിപ്പിക്കണം. പറയട്ടെ, ഇപ്പൊ ഇത്രയും 2 ദിവസം പോളിങ്ങിന് ഇപ്പൊ ഇത് സംഭവങ്ങളുണ്ടായി. അതെ, അന്ന് ഈ ദല്ലാൽ നന്ദകുമാറിനോട് ഈ ഇടപാട് നടത്താൻ ആലോചിച്ചതിൽ ഇപ്പോൾ ഖേദം, ഒരു കുറ്റബോധമുണ്ട് ചേച്ചിക്ക്? ഒരു ഖേദവും എനിക്കില്ല. കാരണം എന്താണ്, ആ സമയത്ത് വടക്കാഞ്ചേരിയിലെ മുളങ്ങുന്നത്താവ് മെഡിക്കൽ കോളേജിൽ ജീവിതത്തോട് മല്ലടിച്ചുകൊണ്ട് ബോൺ ക്യാൻസറായിട്ട് എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ഇരിക്കുകയാണ്. ആ ഇരിക്കുന്ന സമയത്ത് 4 ദിവസത്തിനുള്ളിൽ കച്ചവടം നടത്തിയിട്ട് എൻ്റെ ചേട്ടന്, എനിക്ക് അച്ഛനില്ലാതെ എന്നെ വളർത്തിക്കൊണ്ടുവന്ന ആളാണ്, 15 ദിവസത്തിനുള്ളിൽ പണം അടയ്ക്കാൻ അമല ഹോസ്പിറ്റലിൽ ചികിത്സ രണ്ടാമത് ചെയ്യാൻ വെല്ലൂർ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഡോക്ടർ വരുന്നു. 15 ലക്ഷം രൂപ ചികിത്സാ ചെലവുണ്ട്. പെട്ടെന്ന് എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൊന്നും വിലയ്ക്ക് വാങ്ങിയിട്ടുള്ള എൻ്റെ ഭൂമി ഞാൻ വിൽക്കാൻ തീരുമാനിക്കുകയാണ്. ലത്തീഫുക്ക എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ ഭൂമി എടുക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞ വില ചെറുതായി. അത് ഇരുന്ന് സംസാരിക്കുന്നതിനിടയിൽ ദല്ലാള് അവിടെ ആ വീട്ടിൽ വരുന്നു, ഇതെല്ലാം കേൾക്കുന്നു, കാണുന്നു. ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് സഹായം വേണ്ട, എനിക്ക് അങ്ങനെ ഒരു സഹായം വേണ്ട. ഈ ഭൂമി വാങ്ങാൻ പറ്റുമോ? ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ഭൂമി തരാൻ തയ്യാറാണ്. എനിക്ക് അല്ല, അദ്ദേഹം തന്നെയാണ് രാമനിലയത്തിൽ വന്നത്. രാമനിലയത്തിൽ ആരും വന്നില്ലല്ലോ. ഞാൻ രാമനിലയത്തിൽ ഇരിക്കുന്നു. ഒന്നുകൂടി ക്ലിയർ ആയിട്ട് ചോദിക്കണം. രാമനിലയത്തിൽ ഒന്നാം ഘട്ട ചർച്ച മഹാരാഷ്ട്രയിലെ ഗവർണർ സ്ഥാനത്ത് ഇരിക്കാൻ താല്പര്യമുണ്ട്. മഹാരാഷ്ട്രയിലെ ഗവർണർ സ്ഥാനത്തിന് ആഗ്രഹമുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയിലെ വലിയ ലീഡർക്ക്. 2, ഭാരതീയ ജനതാ പാർട്ടിയുടെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആവാൻ ആഗ്രഹമുണ്ട്. ആഗ്രഹം ആർക്കും പ്രകടിപ്പിക്കാമല്ലോ. പോണ്ടിച്ചേരി അയാൾ എങ്ങനെയാണ് അയാൾ എങ്ങനെയാണ് കേസുകളിൽ ആളുകളെ ഭയപ്പെടുത്തുന്നതെന്ന് ഞാൻ പഠിച്ചു. ഞാൻ മനസ്സിലാക്കി. ഇയാൾ ഇതും ഇതിലപ്പുറവും പറയും. തീർച്ചയായിട്ടും. അതായത് പുതിയ ആൾ വരുമ്പോൾ മെമ്പർഷിപ്പ് ഡ്രൈവിന്റെ പ്രവർത്തനത്തിനിടയിൽ ഞാൻ സംസാരിക്കേണ്ടത് മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയുമായിട്ടാണ്. മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി ഏറ്റവും ടോപ്പിലുള്ള ആളുമായിട്ട് സംസാരിക്കുകയും ഈ ബയോഡാറ്റ കൊടുക്കുകയും ചെയ്യും. ഇപ്പൊ കണ്ണൂരിൽ നിന്ന് ശ്രീമാൻ രഘുനാഥ് വന്നു. രഘുനാഥ് വരുന്ന സമയത്ത് ശോഭാ സുരേന്ദ്രൻ രഘുനാഥിനോട് സംസാരിക്കണമെന്ന് അഖിലേന്ത്യാ നിർദ്ദേശമുണ്ടായിരുന്നു. ഞാൻ സംസാരിച്ചല്ലോ. ഞാൻ പല കോൺഗ്രസിന്റെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരെയും ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ചർച്ച ഞാൻ പറയട്ടെ, കൊണ്ടുപോകുന്നു, ചേരാൻ തീരുമാനമെടുക്കുന്നു. തീരുമാനമെടുക്കുന്നതിന് മുൻപ് ബയോഡാറ്റ സമർപ്പിച്ച് ഇദ്ദേഹം ഒരു കരുത്തനായിട്ടുള്ള ലീഡറാണ്, BJPയിലേക്ക് വരുന്നതിൽ സന്തോഷം എന്ന് തീരുമാനമുണ്ടാകുന്നു. ആ തീരുമാനമുണ്ടായതിനു ശേഷം ചർച്ചയിൽ ഏറ്റവും ആദ്യം വന്ന് പ്രധാനപ്പെട്ട ആളിരിക്കും. അദ്ദേഹത്തിന്റെ സെക്രട്ടറി വരില്ലേ? ഏറ്റവും ആദ്യം ഒരാൾ വന്ന് അതെന്തിനാണ് പറയുന്നത്? അതെല്ലാം ഞങ്ങളുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളാണ്. ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളൊന്നും പരസ്യമായിട്ട് പറയാനല്ല എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. എനിക്ക് വരാൻ ആഗ്രഹമുള്ള ആളുകളുമായിട്ട് ചർച്ച നടത്താനുള്ള പരിപൂർണ്ണ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അത് ഇനിയും തുടരും. അങ്ങനെയുള്ള ആളല്ല എന്റെ മേമ എന്ന് പറഞ്ഞു. അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലാണ് എന്നെ അദ്ദേഹം വിളിച്ചത്. അപ്പൊ ഇനി എനിക്ക് കാണണമെങ്കിൽ അവനെ വിളിച്ചു വരുത്തണം. നിങ്ങളും കൂടി തയ്യാറാണെങ്കിൽ വിളിച്ചു വരുത്താം. എന്താണ്?
BJP ചേരാൻ നേരം നിൽക്കുവാണോ വിളിപ്പത്? അല്ല മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഉന്നത നേതാവിനെ ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. കാരണം ഒരാളെ കൊണ്ടുപോയി ഇരുത്തുന്നു, ആ ചർച്ച നടക്കുമ്പോൾ ആ മനുഷ്യൻ എന്താ വിചാരിക്കുന്നത്, നല്ല ഒരു പൊസിഷനുമായിട്ട് ഒരു പാർട്ടിക്കകത്തേക്ക് കടന്നു വരണമെന്നായിരിക്കുമല്ലോ അദ്ദേഹത്തിന്റെ ചിന്ത. പക്ഷെ അദ്ദേഹത്തിനെ വിൽക്കാൻ കൊണ്ടുപോയതാണ് എന്ന് പിന്നെയല്ലേ മനസ്സിലാക്കുന്നത്. പിന്നെ ആ നേതാവിനെ വിൽക്കാനാണ് നന്ദകുമാർ ഉദ്ദേശിച്ചത്. അതായിരിക്കുമല്ലോ, അല്ലെങ്കിൽ പിന്നെ കോടികൾ ചോദിക്കേണ്ട കാര്യം എന്താണ്? ഈ വികാസ് ബന്ധുവിനോട് നേരിൽ കാണുന്നതാണോ താങ്കൾ നേരിൽ? ഇത് വേറൊരു ഓൺലൈൻ ചാനലുകാരൻ മുഖാന്തരം ഒരാഴ്ച മുമ്പ് ഈ ദല്ലാള് തന്നെ എന്റെ അടുത്തേക്ക് അളവിട്ടിരുന്നു. ശോഭാ സുരേന്ദ്രനെ ഞാൻ ഇനിയും തീർക്കാനുള്ള എങ്ങനെയാണ് എന്നെ തീർക്കാൻ പോകുന്നത്? ഇവിടെ പിണറായി വിജയൻ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല, മദനി വിചാരിച്ചിട്ട് നടന്നിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഈ ദല്ലാൽ ഒന്നുമല്ലാത്ത ആൾക്ക് തീർക്കാൻ പറ്റുക? അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അല്ല, ഭയപ്പെടുത്തിയത് കൊണ്ടായിരിക്കണം. ബന്ധുവിനെ കണ്ടതിന് ശേഷം എന്നെ കാണണമെന്നാണ് ആവശ്യപ്പെട്ടത്. ബന്ധു അല്പസ്വല്പം കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് അന്വേഷിക്കാം. അല്ല, ബന്ധു റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അന്വേഷിക്കാം. പൊട്ടിക്കാം, എല്ലാം ഒരുമിച്ച് പറയണ്ടല്ലോ.